The problem with women is they pretend they don't like you when they clearly do. And with men, the world may never know. പെൺകുട്ടികൾ ഇങ്ങനെയാണ്. അവർ ഇഷ്ടമുള്ള സമയത്ത് പോലും ഇഷ്ടമില്ല എന്ന് അഭിനയിക്കുമെന്ന്. ഇപ്പം അങ്ങനെ അഭിനയിക്കുന്ന ആളുകളൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിഷ്ടം തോന്നിയാൽ അത് തുറന്ന് പറയാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നരേന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു പ്രണയിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളതെന്ന്. യു നോ വാട്ട് ഹീ സെഡ്? When love invites you, follow. When love invites, follow. ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് പലപ്പോഴും ഒരു ട്രൂ ലവ് സംഭവിക്കുക. നമ്മളെല്ലാം മറന്ന് അയാൾക്ക് കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെ ഒരു പ്രണയം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ മനസ്സിനെ പിടിച്ചു നിർത്തണ്ട. ചുറ്റുമുള്ള കാര്യങ്ങളെ നോക്കി, സാഹചര്യങ്ങളെല്ലാം നോക്കി, അങ്ങനെയൊക്കെ എല്ലാം ഫേവറബിളായിട്ട് പ്രണയിക്കാനിരുന്നാൽ അതൊക്കെ വളരെ കുറച്ച് പ്രണയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു പ്രണയമുണ്ടെന്ന് നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ, അയാളാണ് നമുക്കെല്ലാം എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, പ്ലീസ് ഫോളോ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് സോങ് ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. The toughest part of letting go is realizing that the other person already did. Club FM ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. നമ്മൾ ഇഷ്ടപ്പെട്ട ആള് നമ്മളെ ഇട്ടിട്ട് പോയി എന്നുള്ള റിയലൈസേഷൻ, ദാറ്റ്സ് റിയലി സാഡ്. എന്നാലും നമ്മളൊക്കെ പ്രണയിക്കാറുണ്ടല്ലേ, പിന്നെയും 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 പിന്നെയും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഹണി റോസിലെ ട്രിവാൻഡ്രം ലോഡ്ജിലെ 20യുടെ അടുത്ത് ഞാനൊരു ലവ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യു നോ വാട്ട് ഷീ സെഡ്? എല്ലാവരും പ്രണയിക്കുക. പ്രണയം നല്ല സുഖമുള്ള ഒരു ഫീലാണ്. പ്രണയം ഒത്തിരി കള്ളത്തരങ്ങൾ കുത്തി നിറയ്ക്കാണ്ട് സത്യസന്ധമായ പ്രണയമായിരിക്കട്ടെ. കള്ളത്തരങ്ങളെ കുത്തി നിറയ്ക്കാതെ പ്രണയിക്കാന്ന്, അതായത് ഞാനായിരിക്കുന്ന രീതിയിൽ പോർട്രേ ചെയ്യുക. ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളെ മാത്രം പ്രണയിക്കുക. അയാൾ മാത്രമായിരിക്കണം നമുക്കെല്ലാം, അല്ലേ? അങ്ങനെ ആത്മാർത്ഥമായ പ്രണയങ്ങളിലായിട്ടുള്ള എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഒരു റൊമാൻറ്റിക് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ഒരു വില്ലനായിട്ടാണ് ഈ വ്യക്തിയെ നമ്മൾ കണ്ടിരിക്കുന്നത്, പക്ഷെ റിയൽ ലൈഫിൽ ഒരു റൊമാൻറ്റിക് ഹീറോയാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത് രവിയെക്കുറിച്ച്. ശ്രീജിത്തിനടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ലവ് ബൈറ്റ്സ് കേൾക്കുന്ന പ്രണയിക്കുന്ന എല്ലാവർക്കും ഒരു ലവ് മെസ്സേജ്. കക്ഷി എന്താ പറഞ്ഞെന്നറിയോ? എന്തുകൊണ്ടും പ്രണയത്തിന്റെ ഏറ്റവും സുഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് ആണെന്ന് ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പല ആൾക്കാരും അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രീ മാരേജ് സ്റ്റേജിൽ നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരുടെ നല്ലത് മാത്രം കാണുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഇഷ്ടത്തിനേക്കാൾ എന്തുകൊണ്ടും പവർഫുള്ളും സ്ട്രോങ്ങറും ഇൻറ്റൻസുമാണ് അയാളുടെ എല്ലാ നെഗറ്റീവ്സും കണ്ടതിന് ശേഷം, വിച്ച് ഹാപ്പൻസ് നോർമലി ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് മാരേജ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രണയിക്കുന്നതിനാണ് ഇന്റൻസിറ്റിയും ശക്തിയും സത്യവും കൂടുതലുള്ളത്. കല്യാണം കഴിഞ്ഞ പ്രണയം തീരും എന്ന് പറയുന്ന വെറും പൊട്ടത്തരാണ്. ഈ ആ ഒരു ടെസ്റ്റിംഗ് ഫേസ് ഉണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കും ഈ ടെസ്റ്റിംഗ് ഫേസ് വരും. ആ ടെസ്റ്റിംഗ് ഫേസിലൂടെ കടന്നു പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുക. കടന്നു പോയാൽ അതിനേക്കാൾ സുഖകരമായിട്ടുള്ള ഒരവസ്ഥ പ്രണയത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. പ്രണയത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ തളരരുതെന്ന്. എവിടെ നമ്മൾ ഒത്തിരി പേരും പ്രണയത്തിലൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും എൻ്റെ അമ്മയെ ഞാൻ ഈ പഠിക്കില്ല, എന്നെ വിട്ടേരേ എന്ന് പറഞ്ഞ് ഓടിപ്പോവും. പക്ഷെ അങ്ങനെ പോകുന്നവർക്ക് ആ പ്രണയം കിട്ടില്ല. ആ പ്രണയം സ്വന്തമാക്കിയാൽ മാത്രമേ പ്രണയത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ കഴിയൂ, അല്ലേ? This is Love Bites on Club FM with Reenu. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites. കൂടെ റീനു. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെ പ്രണയിക്കണമെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതോ ചങ്കരം പിന്നെയും തെങ്ങിയ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, എന്തെങ്കിലും ഒരിക്കൽ പറയാം, ഇങ്ങനെ ആലോചിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കുമായിട്ടത് ഞാൻ ഫൈനലി ഒരു മെസ്സേജ് പറയാം. നാളെ വാലന്റൈൻസ് ഡേ ആ. ഇനി ഒത്തിരി കാലമൊന്നും കാത്തിരിക്കല്ലേ. മനസ്സിലുള്ള ആ പ്രണയം തുറന്നു പറയുക. മാക്സിമം എന്ത് വരാനായിട്ടാ? കിട്ടിയാ കിട്ടിയില്ലേ? ഒന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കാം, നിങ്ങൾ മാത്രമല്ല വേറെ ഒത്തിരി പേരും ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചെന്നിട്ട് ആ കുട്ടിയോട് ഇഷ്ടമാണെന്നൊക്കെ പറയും. ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഗോ എഹെഡ്, എക്സ്പ്രസ് യുവർ ലവ്. എന്നിട്ട് ആ പ്രണയം തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ എന്നോട് പറയുക. പോകുന്നതിന് മുന്നേ ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
Good night. Take care.